എലക്ഷൻ വരികയാണ്. പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആളുകൾ ഇതാ എലക്ഷനിലെ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വല്ലാതെ സജീവമാകുന്നു. മുഅ്മിനീങ്ങളെ, ഏത് എലക്ഷൻ വന്നാലും ഏത് ആഘോഷം വന്നാലും നമുക്ക് വലുത് നമ്മളുടെ ഈമാനാ, നമ്മളുടെ വിശ്വാസമാ, ആഖിറമാ. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന, നമ്മളുടെ ഈമാൻ തുറച്ചു പോകുന്ന, നമ്മളുടെ ആഖിറം പരാജയത്തിലായി പോകുന്ന ഒരു പണിയോ ഈ എലക്ഷൻ കാലത്ത് പോലും ചെയ്യരുത് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തരും പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. നീ ആർക്ക് ചെയ്താലാണോ ഗുണമുള്ളത് എന്ന് ആലോചിച്ച് ചെയ്തോ, അതിന് വിരോധമില്ല. പക്ഷേ നിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ആളുണ്ടല്ലോ, ആ ആളുടെ പേരില് കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്, അതുപോലെ നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഹലാലാകുമോ? വോട്ട് പഠിക്കല് നിലപാട് പറഞ്ഞിട്ടാവണോ, വികസനം പറഞ്ഞിട്ടാവണോ? അല്ലാതെ സ്ഥാനാർത്ഥിയുടെ തറവാട് പറഞ്ഞിട്ടാവരുത്, മഹിമ പറഞ്ഞിട്ടാവരുത്. എതിർ സ്ഥാനാർത്ഥി അവൻ പണമില്ലാത്തവനാണ്, ദരിദ്രനാണ് എന്നതിൻ്റെ പേരിൽ അവരുത്. മറിച്ചോ, ഒരു നിലക്കും നമ്മളുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുതേ. ചെറുപ്പക്കാരാ, അതേ വനിതാ സംവരണം വല്ലാതെയുള്ളൊരു കാലമാണ്. എടാ, അന്യ സ്ത്രീയോടുകൂടെ ഇടകലരുന്നത് അത് ഹറാമാ, ഹറാമാ. അതേ, നീ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴോ ഇസ്ലാമിലെ നിയമങ്ങളെ ധിക്കരിച്ചു പോകണ്ട. ഒരുപക്ഷേ നിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊന്ന് വരാം, പക്ഷേ ആ വിജയിച്ച സ്ഥാനാർത്ഥിയെ കൊണ്ട് ഖബറിൽ നിനക്ക് ഉപകാരം കിട്ടുമോ? മുൻകർ നക്കീറിന്റെ അടുക്കല് നിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതിൻ്റെ പേരില് വല്ല പരിഗണനയിൽ ലഭിക്കുമോ? സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിജയാഘോഷങ്ങൾ നടക്കുമ്പോ ചെറുപ്പക്കാരൻ എല്ലാം മറന്ന് തുള്ളുകയാണ്, എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ്. എടാ, ഈമാൻ തുറച്ചു പോകുന്നൊരു പ്രവർത്തനമോ ഇലക്ഷന്റെ പേരിൽ അനുവദനീയമാകുമോ? ഹറാമ് ഹലാലാകുമോ? ഹറാമ് സുന്നത്താകുമോ? ഹറാമ് മത്ലൂബാകുമോ? ഇല്ലേ, ഇല്ല. വലിയ ഗൗരവത്തോടുകൂടെ ആലോചിക്കണോ? ഞാനൊരു വാക്ക് പറയുമ്പോ ഇതെനിക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുമോ? ഇതിൻ്റെ പേരിൽ ഞാൻ അള്ളാന്റെ മുന്നിൽ കൊടുങ്ങുമോ? 100 തവണ ആലോചിക്കണേ. ഞാനിത് ഓരോന്നും പറയുമ്പോ ഇതെന്നിലുണ്ടോന്ന് ഓരോരുത്തരും ആലോചിക്കാം. ഇത് ഓനിലുണ്ടോന്ന് നിങ്ങൾ ആലോചിക്കണ്ട, എന്നിലുണ്ടോന്ന് ആലോചിക്കാം. സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കൊന്ന് കണ്ണാടി തിരിച്ചു വെച്ച് ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാനിവിടെ വയല് പറയുമ്പോ ഈ സ്വഭാവം എന്നിലുണ്ടോ എന്ന ബേജാറിലാണ് ഞാൻ ഈ വയല് പറയുന്നത്. അല്ലാഹുവേ, നിങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഒന്നാമതായി മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, സിദ്ഖുൽ ഹദീസ്, തഖ്വയുള്ള ആളുകളുടെ നാവിലൂടെ സത്യമല്ലാതെ പുറത്തു വരൂല. ഇതാണ് ഒന്നാമത്തെ ഗുണം. സിദ്ഖുൽ ഹദീസ്, നല്ല സംസാരങ്ങളെ അവന്റെ നാവിൽ നിന്ന് വരും. കളവ് അവര് പറയൂല, ഗീബത്ത് അവര് പറയൂല, നമീമത്ത് അവര് പറയൂല,
ഫിത്നയും ഫസാദും അവരുടെ വാക്കുകൾ കാരണമായി ഉണ്ടാവൂല. ഇതാണ് ഒന്നാമത്തെ അടയാളം. ഇപ്പൊ നമ്മള് ഇന്നാണോ അല്ല ഔട്ടാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഈ സ്വഭാവം ഉള്ളവരിലാണോ അല്ല ഈ സ്വഭാവം ഇല്ലേ? ഒരു 2 രൂപ ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ 100 കളവ് പറയാൻ നമുക്കൊരു മടിയില്ല. സുബ്ഹാനല്ലാഹ്, കച്ചവടക്കാരനാണ്. ആ കച്ചവടച്ചരക്ക് വിറ്റുപോകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞിട്ട് സാധനങ്ങൾ ഇങ്ങനെ കച്ചവടക്കാൻ. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലം എന്തും പറഞ്ഞാ വിക്കല്, കുയിച്ചാ മതി, പിക്കാസാണ്ട് കൊത്തിയാ മതി, വെള്ളം തെറിക്കൂ, അത്ര നല്ല സ്ഥലം എന്നാ പറയല്. ഇങ്ങനെ പറ്റിച്ചിട്ടാ വിൽപ്പന നടത്തുക അല്ലേ? ബ്രോക്കർമാരായ ആളുകള് എന്തെല്ലാം പറഞ്ഞിട്ടാ പിയ്യാപ്പിളിനെയും ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അടുത്തൊരാൾ എന്നോട് തമാശക്ക് പറഞ്ഞു, ഒരു പുതിയാപ്പിളിനെ അന്വേഷിച്ചപ്പോ ആ ബ്രോക്കർ പറഞ്ഞു നല്ല പുതിയാപ്പിളാണ്, ഒരു കുഴപ്പമില്ല, താമര പോലത്തെ പിയ്യാപ്പിളാണ്. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ ഇയാള് പിന്നെ കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നില്ല. താമര പോലത്തെ പിയ്യാപ്പിളാന്ന് പറഞ്ഞപ്പോ വേറെ അന്വേഷണത്തിനും നിന്നില്ല. കല്യാണം കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പണ്ട് ആടിക്കൊയഞ്ഞിങ്ങനെ പൂസായി വരുന്ന ആള് കള്ളും കുടിച്ച് വരികയാണ്. അമ്മോശൻ കാക്കൊക്കെ ഭ്രാന്ത് പിടിച്ചു. താമര പോലുള്ള പിയ്യാപ്പിള എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം തന്നെ കള്ളും കുടിച്ചാ വരുന്നത്. അപ്പൊ ബ്രോക്കറെ പോയി കണ്ടു. അപ്പൊ ബ്രോക്കർ പറഞ്ഞു, ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞില്ലേ താമര പോലത്തെ പിയ്യാപ്പിളാണ്, താമര വെള്ളത്തിലുണ്ടാകാന്ന് അറിഞ്ഞൂടായിരുന്നോ? സുബ്ഹാന ജല്ല ജലാലു. താമര വെള്ളത്തിലുണ്ടാവാന്നറിയില്ലേ? ഞാൻ അതാ പറഞ്ഞത്. ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്ക എന്താ, എന്തോ ഒരു നക്കാപ്പിച്ച കിട്ടും, അതിനു വേണ്ടി 100 കളവ് നമ്മൾ പറയാൻ. ഞാൻ ഈ അടുത്ത് ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സഹോദരൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്കൊരു ഫോണ് വന്നപ്പോൾ മനസ്സിലായി മറുതലക്കിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അയാളാ വിളിച്ചോണ്ടിരിക്കുന്നത്. എവിടെത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്നു, ഇതാ 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഞാൻ ബൈക്കുമ്മലുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് നന്നായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പറയുന്നത് ഞാൻ ബൈക്കുമ്മലാണ്. പച്ച കളവ് പറയാണ്, ഒരു കുഴപ്പമില്ല അല്ലേ? വേദന ഇങ്ങനെ വരുമ്പോ ആൾക്കാർ സംഘാടകർ പ്രത്യേകിച്ച് ഇങ്ങനെ വിളിക്കും. ഇവിടുന്ന് പിന്നെ വല്ലാതെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഏകദേശം സമയം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വിളിക്കും ആളുകൾ. സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആദിയായിരിക്കും. സംഘാടകരെങ്ങനെയാണ്, അങ്ങനെ ആവുകയും വേണം. സുബ്ഹാനല്ലാഹ്. എന്നങ്ങനെ വിളിക്കുമ്പോഴോ ഉസ്താദേ എവിടെത്തി ഇല്ലേ, എവിടെത്തിന്ന് ചോദിക്കും. സംഗതി കുന്നമംഗലത്തെത്തിയാലും ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കളിയും കായലത്തെത്തി എന്ന് പറഞ്ഞോളും. അതെന്തിനാ? സംഘാടകർക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ ഇല്ലേ? എന്തിനാ ഈ കളവ് പറയുന്നത്? ഞാൻ എന്നെ നേരത്തെ ഇവിടുന്ന് വിളിച്ചു, ഞാനപ്പൊ കായലത്താ എത്തിയത് എന്ന് പറഞ്ഞാൽ എന്താ, പള്ളിമുക്കോ, പള്ളിത്തായ അല്ലേ, പള്ളിത്തായെന്നല്ല പറയാ. ഞാൻ അവരോട് പറഞ്ഞു കായലത്തെത്തി. പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ കായലെന്ന് എവിടെയും ബോർഡുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, പള്ളിത്തായ എന്നാ കണ്ട. അപ്പൊ പറഞ്ഞു പള്ളിത്തായത്തെത്തിയത്. അതെന്നാ തോന്നില്ലേ? കായലം വേറെ ഉണ്ടോ? അതന്നെ കായലം. സുബ്ഹാനല്ലാഹ്. വയനാട് എന്ന് പറഞ്ഞ പോലെ, വയനാട് ഉണ്ടെങ്കിലും വയനാട് എന്ന് പറഞ്ഞ പ്രോപ്പർ സ്ഥലം കാണൂല. അതുപോലെ സുബ്ഹാന ജല്ല ജലാലു. ഏതായാലും യാതൊരു പ്രയാസവും ഒരു മനസ്താപവും ഇല്ലാതെ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളോട് ഒരു വേള ഒരാൾ വന്ന് ചോദിക്കുന്നു, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, തങ്ങളെ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആൾ ആരാണെന്നൊന്ന് പറഞ്ഞു തരോ? ആ സമയത്ത് നബിതങ്ങൾ മറുപടി കൊടുക്കുന്നു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ. എല്ലാ മഖ്മൂമുൽ ഖൽബായ ആളുകളും സ്വഹാബത്ത് ചോദിച്ചിട്ടുള്ള ഫമാ മഖ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, തങ്ങളെ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഒരാളോടും വൈരാഗ്യമില്ലാത്ത, അസൂയയില്ലാത്ത, ഫിത്നയില്ലാത്ത, ഫസാദില്ലാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയുമായി ജീവിക്കുന്ന ആളുകൾ, അതാണ് മഖ്മൂമുൽ ഖൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല്
ഏറ്റവും നല്ല ആൾക്കല്ല യോഗ്യത പറഞ്ഞത് സദൂഖുൽ ലിസാൻ. അവന്റെ നാവിലൂടെ കളവ് വരൂല, സത്യമല്ലാതെ അവൻ പറയൂല. മുഅ്മിനീങ്ങളെ, റിഫായി ശൈഖ് തങ്ങളുടെ മജ്ലിസിലല്ലേ ഉള്ളത്? ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ മജ്ലിസിലല്ലേ ഉള്ളത്? ആ മഹത്തുക്കളുടെ വഴിയില് ഒരല്പമെങ്കിലും ഒന്ന് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ? ഒരു തീരുമാനമെടുക്കൂ. ഇൻഷാ അല്ലാഹ് ഇനി ഞാനല്ല നാവ് കൊണ്ട് കളവ് പറയൂല. ശൈഖ് ജീലാനി തങ്ങളോടൊരു ശിഷ്യൻ വന്ന് ചോദിച്ചില്ലേ, ബിമനിൽ തഹാദിഹിൽ മൻസില, തങ്ങളെ അബ്ദുൽ ഖാദർ എന്ന പേരല്ല നിങ്ങള്, മുഹയ്യിദ്ദീൻ എന്ന സ്ഥാനമുള്ള ആളായല്ലോ, പോരാ ഖുതുബുൽ അഖ്താബായല്ലോ, ഔലിയാക്കന്മാരുടെ നേതാവായല്ലോ. എങ്ങനെയാണ് ഇത്രമാത്രം വലിയ സ്ഥാനം അങ്ങേക്ക് ലഭിച്ചത്? ആ സമയത്ത് മഹാനവറുകള് പറഞ്ഞത്, വല്ലാതെ നിസ്കരിച്ച് കിട്ടിയതല്ല, നോമ്പ് കൊണ്ട് കിട്ടിയതല്ല. വമാ കദിബ്തു ഖത്തു, ഞാൻ ഇന്നേ വരെ എൻ്റെ നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ആ ഒരു യോഗ്യത കൊണ്ടാണ് ബാക്കി എല്ലാ ഗുണങ്ങളും അല്ലാഹു എനിക്ക് തന്നത് കേട്ടോ. കളവ് പറയരുതെന്നും ചൊന്നാരേ, കള്ളല്ലേ കയ്യേല് പൊന്ന് കൊടുത്തോവ. അതേ ലോകത്തിലെ നേതാവിൻ്റെ ഉപദേശമാണ്, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറാ. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, എന്നാലും കളവ് പറയല്ല, കളവ് സംസാരിക്കല്ല. നാവിനെ നന്നായി സൂക്ഷിച്ചോളണം. അതല്ലേ മുത്തുനബി പറഞ്ഞത്, മൻ അളുമനു ബിമാ ബൈന ലഹയൈഹി വമാ ബൈന റിജലൈഹി അളുമനു ലഹുൽ ജന്ന. സ്വർഗം വേണോ? ലോകത്തിലെ നേതാവാ ചോദിക്കുന്നത്. സ്വർഗമാർക്ക് വേണ്ടിയാ പഠിച്ചത്? മുത്തുനബി കാരണമായി പഠിച്ചതാ. സ്വർഗമാരാ ഉദ്ഘാടനം ചെയ്യുന്നത്? മുത്തുനബിയാ. ആ സ്വർഗത്തിൽ ആരെ കയറണ്ടാന്ന് തീരുമാനിക്കുന്നത് എല്ലാം റസൂലുള്ളാഹി തങ്ങളാ. ആ നേതാവാ ചോദിക്കുന്നത്, മൻ യളുമനു ലീ മാ ബൈന ലഹയൈഹി വമാ ബൈന റിജലൈഹി അളുമനു ലഹുൽ ജന്ന. ശരീരത്തിലുള്ള രണ്ടവയവങ്ങളുണ്ട്, എല്ലില്ലാത്ത രണ്ടവയവങ്ങളുണ്ട്. ഒന്ന് നാവാണ്, അതാമാ ബൈന ലഹയൈഹി, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവില്ലയോ, അതുപോലെ വമാ ബൈന റിജിലൈ, രണ്ട് കാലില്ല ഇടയിലുള്ള ലൈംഗിക അവയവമില്ലയോ. ഈ രണ്ടു കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഒരാളെനിക്ക് ഉറപ്പ് തന്ന അളുമനു ലഹുൽ ജന്ന, അവന് സ്വർഗം ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നു, അവന് സ്വർഗം ഞാൻ ഏറ്റെടുക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളുടെ അടുക്കൽ ഒരാൾ വരുന്നു,
ആള് റസൂലുള്ളാഹിനോട് പറയാണ്, തങ്ങളെ ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസുറത അലയ്യ, ഇസ്ലാമിലെ ഇബാദത്തുകൾ ആരാധനകള് വല്ലാതെ അധികമാണല്ലോ, എല്ലാ ആരാധനകളും കൂടെ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എനിക്കൊരു അമല് പറഞ്ഞു തരോ നബിയേ, ഞാനത് മുറുകെ പിടിച്ച് ജീവിച്ചോളാം. നമുക്കൊക്കെ ഉള്ളൊരു പരാതിയാ, നന്നാണോ എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എല്ലാം കൂടി ചെയ്തപ്പോ എങ്ങനെ നന്നാവാനാണ്. 5 വക്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കായിരുന്നു, അപ്പോഴത്തേക്ക് ഉസ്താദ് പറയടാ റവാത്തിബ് നിസ്കരിക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പോഴത്തേക്ക് പറയടാ വിത്ര നിസ്കരിക്കാതെ ഉറങ്ങരുത് കേട്ടോ. അപ്പോഴത്തേക്ക് പറയടാ ഒരു 2 റക്അത്ത് ളുഹെങ്കിലും നിസ്കരിക്കണേ എന്ന് പറയും. തഹജ്ജുദിന്റെ മഹത്വട്ട് പറയും വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇബാദത്തുകൾ ഇങ്ങനെ കോട്ടക്കണക്കിന് ഡസൻ കണക്കിന് ഇങ്ങനെ പറയാൻ. അപ്പോഴാണ് ഒരു മനുഷ്യൻ ചെന്ന് റസൂലുള്ളാഹിനോട്, നമുക്കൊക്കെ വേണ്ടിയിട്ടായി ചോദിച്ചത്, നമുക്കൊക്കെ വേണ്ടിയിട്ടാ ചോദിച്ചത്, തങ്ങളെ ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസുറത അലയ്യ, എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ കഴിയൂല തങ്ങളെ, അതുകൊണ്ട് ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അമല് പറഞ്ഞു തരുമോ, എന്നാ ഞാൻ അത് മുറുകെ പിടിച്ച് ജീവിച്ചോളാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ? എടാ മോനെ, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്റിലായി പച്ച പിടിച്ച് നിന്നോട്ടെ, ബാക്കിയൊക്കെ ശരിയായിക്കോ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ദിക്റില്ല മതി നിക്കരിക്കണ്ടേ? എടാ അങ്ങ് ദിക്റി ചെല്ല്, എന്നാ ഓട്ടോമാറ്റിക്കായി നിക്കരിക്കാനുള്ള മനസ്സ് കിട്ടും. സുബ്ഹാനല്ലാഹ്. എടാ നീ നന്നായി ദിക്റ് ചെല്ല്, അപ്പൊ നിനക്കൊരു ഒറ്റ സുന്നത്ത് ഒഴിവാക്കാൻ നിനക്ക് തോന്നൂല. ആ കോലത്തിലേക്ക് നിന്റെ മനസ്സ് പരിവർത്തനപ്പെട്ടു വരും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഒരു യാത്രയിലാണ് ഈ മഹാന്മാരെ കൂടുതൽ സമയം നമുക്ക് കിട്ടല്, ഇല്ലേ? സുൽത്താനുൽ ഉലമ ഇറാഖിലേക്ക് പോകുന്നു, അപ്പൊ ആൾക്കാർ കണ്ടമാനം കൂടും, അല്ലേ? ഉസ്താദിന്റെ കൂടെ ഇറാഖിലേക്ക് പോകും. എന്തേ കാര്യോ? ഇറാഖ് പോകുന്നതിനേക്കാൾ വലിയ ഉസ്താദിനെ കുറെ ഇങ്ങനെ കിട്ടുന്നുള്ളതാ, ഉസ്താദിനെ കുറെ നേരം കിട്ടുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് മഹാന്മാരെ കൂടുതൽ സമയം കിട്ടല് യാത്രയിലാ. മുആദ് തങ്ങൾ പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നല്ല സമയം കിട്ടി. അപ്പൊ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, തങ്ങളെ അഖ്ബിർനി ബി അമലിൻ, എനിക്കൊരു അമല് പറഞ്ഞു തരുമോ? ആ അമലിന്റെ പ്രത്യേകത എന്താണ്? യുദ്ഖിലുനിൽ ജന്ന, ആ അമൽ എന്നെ സ്വർഗ്ഗത്തിൽ കടത്തി തരണം, വയുബാഇദുനി അനിന്നാർ, നരകത്തിൽ നിന്ന് എന്നെ ദൂരത്താക്കി തരണം. അങ്ങനത്തെ ഒരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അംരിൻ അളീം, മുആദേ നിങ്ങൾ വല്ലാത്ത ചോദ്യാട്ടോ ചോദിച്ചത്. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? യാ മുആദ് കുഫ അലൈക ഹദാ, നാവിങ്ങനെ പിടിച്ചിട്ട് പറയാണ്, ഇവനെ സൂക്ഷിച്ചോ കേട്ടോ, ഈ നാവിനെ നീ കടിഞ്ഞാൻ കേട്ടോ, എന്നാൽ എല്ലാം റെഡിയായി കിട്ടുമല്ലോ. ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മജ്ലിസിൽ വെച്ചൊരൊറ്റ കാര്യമേ നിങ്ങളോട് അവസാനമായും പറയാനുള്ളൂ. മഹാന്മാരുടെ പാതയിലേക്ക് ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഈ നാവിനെ നന്നായി സൂക്ഷിച്ചോളൂ. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു സുബ്ബാനു كم في المقابر من قتيل لسانه كانت تخاف لقاءه شجعان. എത്ര ആളുകളാണ് പള്ളിക്കാട്ടിൽ കിടക്കുന്നത്. പുറത്തു നിന്ന് ഖബറിലേക്ക് നോക്കുമ്പോ എല്ലാ ഖബറും ഒരുപോലെയാ.
എന്നാൽ ആ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നറിയോ? മഹാന്മാര് ചോദിക്കുകയാണ്, കൗഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത്ത് ഖാഫു ലിഖാഅഹു ശജഅനു. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ആരോടൊക്കെയോ പറഞ്ഞു പോയ വർത്തമാനം കാരണമായിട്ട് ഖബറിൽ സമാധാനം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകളാ. മോനെ, ഖബറിൽ സമാധാനം വേണോ? നാവിനെ സൂക്ഷിച്ചോ.